അനേകരുടെ ജീവിതമെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അവർ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? എനിക്ക് സാധിക്കത്തില്ല, എനിക്ക് പറ്റുകയില്ല, എന്നെക്കൊണ്ട് നടക്കത്തില്ല, ഞാൻ വിചാരിച്ചാൽ ഇതൊന്നും നടക്കുകയില്ല, പോയിട്ട് കാര്യമില്ല എന്നുള്ള ചിന്താഗതിയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ വിചാരിക്കുകയും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളെക്കൊണ്ട് സാധിക്കും. ഇനി നമുക്ക് സാധിക്കാതെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്ന യേശു അതിന് ഉദാഹരണം നമുക്കവിടെ കാണിച്ചു തരുന്നുണ്ട്. കല്ലുരുട്ടി മാറ്റുകയും കെട്ടഴിച്ചു മാറ്റുകയും ചെയ്യേണ്ടത് മനുഷ്യൻ്റെ ജോലിയായിരുന്നു. അത് മനുഷ്യരോട് പറയുന്നു, അവരത് ചെയ്യുന്നു. ജീവൻ കൊടുക്കാൻ മനുഷ്യന് സാധിക്കത്തില്ലായിരുന്നു, അത് ക്രിസ്തു അവിടെ ചെയ്യുന്നു. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കുക. അത് ദൈവം നമുക്ക് സാധിച്ചു തരും. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യം. നമുക്ക് സാധ്യമാകുന്നത് എന്താണ്? കല്ലുരുട്ടി മാറ്റുകയും കെട്ടഴിച്ചു മാറ്റുകയും ചെയ്യുന്നത് നമുക്ക് സാധ്യമാണ്. ജീവൻ കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല, അത് ദൈവകരങ്ങളിൽ കൊടുക്കുകയും ദൈവം അത് നിവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ പറ്റത്തില്ല, സാധിക്കത്തില്ല, നടക്കത്തില്ല, പോകണ്ട, വിചാരിച്ചാലും പറ്റത്തില്ല എന്നുള്ള ചിന്തകൾ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. ബാക്കിയെല്ലാം തന്നെ നടന്നുകൊള്ളും. ഇനിയും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ദൈവകരങ്ങളിൽ കൊടുക്കുക. ദൈവമേ, എനിക്കിത് സാധിക്കത്തില്ല, നീ എന്നെ സഹായിക്കണമേ. തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും. കെട്ടഴിച്ചു മാറ്റിയും കല്ലുരുട്ട് മാറ്റിയതും മനുഷ്യനാണ്. ജീവൻ കൊടുത്തത് ദൈവമാണ്. ജീവൻ കൊടുത്ത ദൈവത്തിന് കല്ലുരുട്ടി മാറ്റാൻ സാധിക്കും, കെട്ടഴിച്ചു മാറ്റാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യാൻ മനുഷ്യനോട് തന്നെ അവിടെ ക്രിസ്തു പറയുന്നു. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ക്രിസ്തു ചെയ്ത് അവരെ സഹായിക്കുകയും ചെയ്യുന്നു. നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം, ചെയ്യാൻ പറ്റാത്തത് ദൈവകരങ്ങളിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.